ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് സ്റ്റേജിലേക്കുള്ള പ്ലേ ഓഫ് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ റയൽ മാഡ്രിഡ് ബെനഫിക്കയെ കീഴടക്കി അവസാന 16 ഇടം പിടിച്ചു. ആദ്യപാദ മത്സരത്തിൽ 1-0 ബെനഫിക്കയെ തോൽപ്പിച്ചിരുന്ന റയൽ രണ്ടാം പാദത്തിൽ 2-1 ബെനഫിക്കയെ തകർത്ത് മുന്നോട്ട് കുതിച്ചത്. ആദ്യപാദ മത്സരത്തിൽ റയലിന്റെ വിജയത്തെക്കാളേറെ ചർച്ച ചെയ്തത് വിനീഷ്യസ് ജൂനിയറിന് നേരിട്ട വംശീയാധിക്ഷേപം കൊണ്ടായിരുന്നു. ആയതുകൊണ്ട് തന്നെ രണ്ടാം പാദ മത്സരത്തിൽ ബെർണബിയിൽ വെച്ച് നടന്ന രണ്ടാം പാദ മത്സരത്തിലും റയൽ മാഡ്രിഡ് ബെനഫിക്ക തമ്മിലുള്ള മത്സരത്തിന് ഏറെ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഫുട്ബോളിൽ ഏത് കോണിൽ പോയാലും നമ്മൾ കേൾക്കുന്ന ഒരു സ്ലോഗനാണ് സേ നോ ടു റേസിസം, നോ റൂം ഫോർ റേസിസം എന്നൊക്കെ. എന്നാൽ ഫുട്ബോൾ മൈതാനത്ത് ഇങ്ങനെയൊക്കെ സ്ലോഗൻസും ഇങ്ങനെയൊക്കെ പ്രൊമോഷനും അഡ്വർടൈസ്മെന്റും കുറേയേറെ ബോധവൽക്കരണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ റേസിസം എന്നുള്ള സംഗതി എങ്ങനെ പെട്ടെന്ന് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റാത്ത സംഗതിയാണ്. ചില ആളുകളുടെ മനസ്സിൽ അതിങ്ങനെ എന്താ പറയാ, അതിങ്ങനെ അടിഞ്ഞുകൂടി നിൽക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ഒരാൾക്കും അങ്ങനെ മാറ്റിമറിക്കാൻ പറ്റിയ സംഗതിയല്ല ഈ റേസിസം എന്നുള്ളത്. അതാണ് നമ്മൾ കഴിഞ്ഞ ആദ്യപാദ മത്സരത്തിൽ ബെൻഫിക്കയും റയൽ മാഡ്രിഡും തമ്മിലുള്ള ആദ്യപാദ മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയർ നേരിട്ട ഒരു വംശീയാധിക്ഷേപത്തിന്റെ ഒക്കെ ഒരു കോർ ഐറ്റം അതാണ്. അത് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് അങ്ങനെ കളയാൻ പറ്റില്ല. അപ്പം രണ്ടാം പാദ മത്സരത്തിൽ റയലിന്റെ ഗ്രൗണ്ടില് മത്സരത്തിന് വന്നപ്പം ഏറെ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു ബെനഫിക്കയും റയലും തമ്മിലുള്ള മത്സരത്തിന്റെ തുടക്കത്തിൽ റയൽ മാഡ്രിഡ് ആരാധകർ ബെർണബിയിൽ വിനീഷ്യസ് ജൂനിയറിന് വലിയ സപ്പോർട്ടായിട്ട് വലിയ ബാനറുകളൊക്കെ ആയിട്ടാണ് സ്റ്റേഡിയത്തിലെത്തിയത്. കളിയുടെ തുടക്കത്തിൽ തന്നെ റയലിനെ ഞെട്ടിച്ചുകൊണ്ട് ബെനഫിക്ക നല്ല 2 മുന്നേറ്റങ്ങളൊക്കെ നടത്തി 14-ാം മിനിറ്റിൽ റാഫ സിൽവയുടെ ഒരു ഗോളും കൂടെ നേടി റയൽ മാഡ്രിഡിനെ ഞെട്ടിച്ച് അഗ്രിഗേറ്റ് 1-1 റയലിനെ തിരിച്ചടിച്ചേ മതിയാകൂ എന്നുള്ളൊരു അവസ്ഥയിലെത്തി. അപ്പൊ ഇതൊരു നല്ല മത്സരമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. നല്ല മത്സരം തന്നെ ആയിരുന്നു. പക്ഷെ 16-ാം മിനിറ്റിൽ ബെനഫിക്ക ഗോൾ നേടി 2 മിനിറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബെനഫിക്കയ്ക്ക് ആ ഒരു ലീഡ്. 2 മിനിറ്റിനകം ചൊമേനിങ് ഒരു നല്ലൊരു ഷോട്ടിലൂടെ, ലോങ് റേഞ്ച് നമുക്ക് പറയാൻ പറ്റില്ല, ബോക്സിന് പുറത്തുനിന്നുള്ള നല്ലൊരു ഷോട്ടിലൂടെ റയലിന് സമനില നേടിക്കൊടുത്ത്. കളിയിൽ സമനില വന്നതോടെ റയൽ മത്സരത്തിൽ കുറച്ച് കൺട്രോളായി, കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ല മത്സരം കാണാനായി. അങ്ങനെ കളി തീരാൻ 10 മിനിറ്റുകൾ, ഇനി 1-1 അഗ്രിഗേറ്റ് 2-1 റയൽ ജയിച്ച് നിൽക്കുകയാണ്. എന്നാലും ഈ ഒരു സെക്കൻഡ് റൗണ്ട് മത്സരത്തിലും കൂടെ റയലിന്റെ മുൻതൂക്കം ഉണ്ടാവേണ്ടതാണ്. കാരണം റയൽ കുറച്ചുകൂടെ ബെനഫിക്കയെക്കാട്ടിൽ കുറച്ചുകൂടെ ബെറ്റർ ടീമുമാണ്. പിന്നെ ബെർണബിയു എന്ന് പറയുന്ന കഴിഞ്ഞാൽ എതിരാളികൾക്ക് അങ്ങനെ കയറി പെട്ടെന്ന് മേയാൻ പറ്റിയൊരു സ്ഥലമല്ല. റയലിന്റെ ഹോം ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റയലിന് വേറൊരു പവർ തന്നെ ഉണ്ട്, നമുക്കറിയാം. അപ്പൊ അതൊരു അഭിമാന പ്രശ്നമാണ്. അപ്പം വിനീഷ്യസ് ജൂനിയർ തന്നെയായിരുന്നു ആ ഗോൾ നേടാൻ ഏറ്റവും യോഗ്യനായ ആൾ. ബെനഫിക്കയ്ക്കെതിരെ വംശാധിക്ഷേപം നേരിട്ട് നിൽക്കുന്ന ആ ഒരു പ്ലെയർ തന്നെ ആയിരുന്നു അവിടെ വിജയ ഗോൾ നേടാൻ ഏറ്റവും അർഹൻ എന്നുള്ളത്, അല്ലെങ്കിൽ അയാൾ തന്നെയായിരുന്നു അത് സ്കോർ ചെയ്യേണ്ടിയിരുന്നത്. അത് ബെനഫിക്കനെതിരെയുള്ള മത്സരത്തിൽ, അല്ലെങ്കിൽ ബെനഫിക്കൻ ആരാധകർക്കോ ബെനഫിക്കയിൽ നിന്ന് വിനീഷ്യസ് നേരിട്ട വംശാധിക്ഷേപത്തിന് ഒരു മറുപടി എന്നോണം കളിയുടെ 80-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ ഒരു അടിപൊളി ഗോളിലൂടെ റയലിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നു. അപ്പം റയല് അവസാന 16-ലേക്ക് കടന്ന് ഇനി അവസാന 16 മത്സരങ്ങൾ, പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ അടുത്ത ആഴ്ചകളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പം ഇതുകൂടാതെ മറ്റു പല മത്സരങ്ങളും ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അട്ടിമറികള്, ബോഡോ ഒക്കെ ഇന്റർ മിലാനെ തോൽപ്പിച്ച മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇനിയും അട്ടിമറികളും നല്ല നല്ല മത്സരങ്ങളൊക്കെ വരാനിരിക്കുന്നു. അപ്പം റയലിന്റെ മത്സരമാണ് ഏറ്റവും പ്രാധാന്യം അർഹിച്ചിരുന്നത് ഈ ഒരു വിഷയം കൊണ്ടായിരുന്നു. മറ്റൊരു മത്സരത്തിൽ ഇറ്റാലിയൻ ക്ലബായ അറ്റ്ലാന്റ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ തോൽപ്പിച്ച് 16-ലേക്ക് കടന്ന് യുവന്റസും ഗാലസ്ട്രായുള്ള മത്സരം. യുവന്റസിനായിരുന്നു മുൻതൂക്കെങ്കിലും ഗാലസ്ട്രായി രണ്ടാമത്തെ ലെഗിൽ തിരിച്ചു വന്ന് 5-5 എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറിലെത്തി. പിന്നീട് പെനാൽറ്റിയിലൂടെ യുവന്റസിനെ തോൽപ്പിച്ച് ഗാലസ്ട്രായി മുന്നോട്ട് കയറിയിട്ടുണ്ട്, 16-ലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നീട് മറ്റൊരു മത്സരം PSG മൊണോക്കോയും തമ്മിലായിരുന്നു. ഫ്രഞ്ച് ലീഗിൽ മത്സരിക്കുന്ന 2 കരുത്തരായ ടീമുകൾ തമ്മിലുണ്ടായ മത്സരത്തിൽ 2-2 സ്കോറിന് സമനിലയിലായെങ്കിലും
ആദ്യപാദ മത്സരത്തിൽ PSG 3-2 വിജയിച്ചതിന്റെ ഫലത്തിൽ PSG മുന്നോട്ട് കയറി. ഇന്റർ മിലാനും ബോഡോയും തമ്മിലുള്ള മത്സരം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ബോഡോ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്റർ മിലാനെ തോൽപ്പിച്ച് ബോഡോയും 16ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇനിയുള്ള മത്സരങ്ങൾ, ഇനി നെക്സ്റ്റ് റൗണ്ട് മത്സരങ്ങൾ നോക്കൌട്ട് സ്റ്റേജുകളാണ്. ഇവിടെ ഇനി പോയിന്റുകളുടെ അടിസ്ഥാനത്തിലല്ല. നമുക്കറിയാം, നോക്കൌട്ട് എന്ന് പറഞ്ഞാല് വിജയിക്കുന്നവർ മുന്നോട്ടും തോൽക്കുന്നവർ പുറത്തേക്കും എന്നുള്ള രീതികളാണ് നോക്കൌട്ടിൽ ഉണ്ടാവുക. അപ്പൊ ഇനി അങ്ങോട്ട് തോൽവി എന്ന് പറയുന്ന ഒരു സംഗതിനെ പറ്റി ഏതൊരു ടീമിനും ചിന്തിക്കാൻ പറ്റില്ല. ഇനി 16 ടീമുകളാണ് ഉണ്ടാവുക. ചാമ്പ്യൻസ് ലീഗിന്റെ പുതിയ ഫോർമാറ്റാണ് ഇപ്പൊ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ആദ്യ 8 സ്ഥാനങ്ങളിൽ വന്ന ആഴ്സണൽ, ബയേൺ മ്യൂണിക്ക്, ലിവർപൂള്, ടോട്ടൻഹാം, ബാഴ്സലോണ, ചെൽസി, സ്പോർട്ടിംഗ് ലിസ്ബൺ, മാഞ്ചസ്റ്റർ സിറ്റി, ഈ 8 ടീമുകളാണ് ആദ്യത്തെ 8 ടീമുകളായിട്ട് നേരിട്ട് യോഗ്യത നേടിയത്. പിന്നീട് വരുന്ന 16 ടീമുകൾ പരസ്പരം മത്സരിച്ച് പ്ലേ ഓഫ് കടന്നു വരുന്ന 8 ടീമുകളുമായിട്ട് മൊത്തം 16 ടീമുകൾ അടങ്ങുന്നതാണ് ചാമ്പ്യൻസ് ലീഗിന്റെ പുതിയ രീതി. ഇങ്ങനെയാണ്. അപ്പൊ ഈ 16 ടീമുകൾ മത്സരിച്ചിട്ട് വരുന്ന 8 ടീമുകൾ ക്വാർട്ടറിലേക്കും പിന്നെ സാധാരണ പോലെ സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളിലാണ് 2 പാദ മത്സരങ്ങൾ ഉണ്ടാകും. 2 പാദ മത്സരങ്ങളിൽ തോൽക്കുന്നവർ പുറത്തേക്കും ജയിക്കുന്നവർ മുന്നോട്ടും കയറി പോകുന്ന രീതിയാണ് ഇനി അങ്ങോട്ടുള്ള സാധാരണ നമ്മളെ നോക്കൌട്ട് സ്റ്റേജ് വേൾഡ് കപ്പിലും യൂറോ കപ്പിലൊക്കെ ഉണ്ടാകുന്ന നോക്കൌട്ട് സ്റ്റേജ് മത്സരങ്ങളെ പോലെ തന്നെയാണ്. ഇപ്പൊ നേരിട്ട് യോഗ്യത നേടിയ 8 ടീമുകൾ ഓൾറെഡി ഡയറക്റ്റ് നേരിട്ട് യോഗ്യത നേടിയതും ഈ 16 ടീമുകൾ പ്ലേ ഓഫ് കളിച്ചു വരുന്ന പ്ലേ ഓഫിൽ നിന്നും 16 ടീമുകളുടെ പ്ലേ ഓഫിൽ നിന്നും മുന്നോട്ട് കയറി വന്ന 8 ടീമുകളും തമ്മിലുള്ള 16 പ്രീ ക്വാർട്ടർ മത്സരങ്ങളാണ് ഇനി നടക്കാനിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ ഇനിയുള്ള 16 ടീമുകൾ തമ്മിലുള്ള നല്ല നല്ല മത്സരങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ഇപ്പം ഏതൊക്കെ മത്സരങ്ങൾ ഏതൊക്കെ ആയിരിക്കും, ആരൊക്കെ തമ്മിലായിരിക്കും എന്നുള്ളതിന്റെ ഒരു അന്തിമ തീരുമാനം പുതിയ ഡ്രോയിലൊക്കെ വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് ചില ക്ലൂകളൊക്കെ ഉണ്ട് ഏതൊക്കെ ടീമിനെയാണ് നേരിടേണ്ടത് എന്നുള്ളത്. ഇപ്പം ചാമ്പ്യൻസ് ലീഗിന്റെ പുതിയ മത്സരങ്ങളും പുതിയ ഡ്രോയും ഒക്കെ കഴിഞ്ഞിട്ട് ഏതൊക്കെ ടീമാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും വീഡിയോയിൽ കാണാം. നമസ്കാരം.